ഇപ്പച്ചിയെ എന്നില്ലോ ഹംദല്ലോ ക്ലാസ്സിലില്ലോ അനുജിത്തിനില്ലോ അടിച്ചി എന്തിന് അറിയൂല. കാരണം ഓനില്ലോ ഇവനിക്ക് ചോക്ലേറ്റ് കൊടുത്തില്ല, അതിന് ഞാൻ അടിച്ചി. ചോക്ലേറ്റ് ഒന്നിനും അടിക്കേണ്ട ആവശ്യം ആവോ അറിയൂല. ചോദിക്കണ്ടേ? ടീച്ചറോട് പറയണ്ടേ? ടീച്ചറോട് പറഞ്ഞു, എന്നിട്ട് അവൻ കൊറേ കരഞ്ഞു. എന്നിട്ട് വീണ്ടും തല്ലുണ്ടായി. അവനെ വീണ്ടും വന്ന് അടിച്ചോ, കരഞ്ഞു. അവന്റെ എല്ല് പൊട്ടി ചെറുതായിട്ട്, ഇവിടുന്ന് എല്ല് പൊട്ടി, കൈയുടെ വിരലിന്റെ എല്ല് പൊട്ടി. പിന്നെ ടീച്ചർമാരൊക്കെ വന്ന് ഇവന്റെ കൈയിന്റെ എല്ലാം പൊട്ടി ഇവിടുന്ന് എന്തോ സാധനം പുറത്തേക്ക് വന്നു ചെറുതായിട്ട്, കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് എന്തോ സാധനം പുറത്തേക്ക് ഇങ്ങനെ വന്നു. ആ സാധനം തൊട്ടപ്പത്തിന് ഓന് ബോധം കിട്ടി. പിന്നെ ഹോസ്പിറ്റലിൽ പോയിക്കണു. ഡോക്ടറെ കാണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണു. അതിന് ശേഷം ഒന്നും പറയാണ്ട് എന്നിട്ട് മറ്റോന്റെ ഉമ്മാനെ വിളിച്ചിട്ട് എന്തൊക്കെ നടന്ന്. മറ്റോന്റെ ഉമ്മാനെ വിളിക്കുന്നു. പ്രശ്നം ഒന്നും അതൊക്കെ എന്ത് പ്രശ്നാണ്. ഓന്റെ കൂട്ടുകാര് വന്നു, ഓന്റെ അമ്മമാര് വന്ന് പിടിച്ചോട്ടല്ലേ ഇവര് പറയണ കാണിച്ചിട്ടാണെന്ന് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പാപ്പാക്കും മകൾക്കും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് കഥ പറഞ്ഞ് ചോദിച്ചാൽ മതി. എനിക്ക് രാവിലെ മുമ്പ് 100 കൂട്ടം പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോലിക്ക് പോവാന്. നമുക്ക് പ്രാണാൽപ്പുറം എന്താ പരിപാടി? എല്ലാവരും സ്നേഹം വാക്കുന്നു. ഒരു സപ്പോർട്ടും മകൻക്ക്. പണിക്ക് പോവാണ്ട് അങ്ങനെ കടന്നാ മതിയല്ലോ. എപ്പ നോക്കിയാലും ഇങ്ങനെ കിടക്കും. ചോദ്യം ചോദിക്കാൻ വന്നിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും സുഖമായിട്ട് കിടന്നു. ഇതൊന്നും അതൊരു തല്ലാണല്ലോ. എന്റെ പടക്കമാണോ മതിയാരം കൊണ്ടാണ് നീ തന്നത്? എന്താണിത് ഇങ്ങനെ? നിങ്ങളെന്താ രണ്ടുപേരെ വേണ്ടി ചീത്ത പറഞ്ഞോണ്ടിരിക്കുക? ഞാനാണെങ്കിൽ ഇതെങ്ങനെ നടക്കുക? എന്റെ പടക്കമാണോ മതിയാരം കൊണ്ടാടാ എന്റെ ഉപ്പാനെ ചീത്ത പറഞ്ഞത്? എന്റെ ഉപ്പാനെ ചീത്ത പറയണ്ട, എനിക്ക് തീരെ ഇഷ്ടമല്ല. വാ